അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ ഇറാൻ ആക്രമിച്ചു. ഇറാൻ പറയുന്നത് കപ്പൽ തകർത്തുവെന്നാണ്. എന്നാൽ അമേരിക്ക പറയുന്നതാകട്ടെ തങ്ങളുടെ കപ്പൽ സുരക്ഷിതമാണെന്നാണ്. ഇതിനിടയിൽ ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക മുക്കുകയും ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും പശ്ചിമേഷ്യയെ വീണ്ടും കലുഷിതമാക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC അവകാശപ്പെടുന്നത് തങ്ങളുടെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് ഒമാൻ കടലിൽ വെച്ച് ഈ വിമാനവാഹിനി കപ്പലിനെ വിജയകരമായി തകർത്തു എന്നാണ്. ഒമാൻ തീരത്തു നിന്ന് ഏകദേശം 340 കിലോമീറ്റർ അകലെ വെച്ച് നടന്ന ഈ നീക്കം അമേരിക്കൻ സൈനികാധിപത്യത്തിന് ഏറ്റ വലിയ പ്രഹരമാണെന്നാണ് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ USS എബ്രഹാം ലിങ്കണും അതിനൊപ്പമുണ്ടായിരുന്ന യുദ്ധ കപ്പലുകളും മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞോടിയതായും ഇറാന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വൻ ശക്തിയുടെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ കവചത്തെ തകർക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നത് തങ്ങളുടെ സൈനിക ശേഷിയുടെ തെളിവായാണ് ഇറാൻ ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണും US സെൻട്രൽ കമാൻഡും സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ കപ്പൽ സുരക്ഷിതമാണെന്നും ഇറാന്റെ പ്രചരണം വെറും വ്യാജ വാർത്തയാണെന്നുമാണ് വാഷിംഗ്ടൺ പറയുന്നത്. ഇതിന് തെളിവായി കപ്പൽ സജീവമായി ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പുതിയ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി മേഖലയിൽ ഇപ്പോഴും തന്ത്രപ്രധാനമായ നീക്കങ്ങൾ തുടരുകയാണെന്നും ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ കപ്പലിന് സമീപത്തെങ്ങും എത്തിയിട്ടില്ലെന്നും അമേരിക്ക പരിഹസിച്ചു. USS ജെറാൾഡ് R. ഫോർഡ് ഉൾപ്പെടെയുള്ള മറ്റ് യുദ്ധക്കപ്പലുകളും മേഖലയിൽ സജ്ജമാണെന്നും ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും അമേരിക്ക ആവർത്തിക്കുന്നു. ഈ തർക്കങ്ങൾക്കിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനത്തിന് മറുപടിയായി അമേരിക്കൻ സേന ഇറാന്റെ യുദ്ധക്കപ്പലിനെ തകർത്തതായുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നത്. USS എബ്രഹാം ലിങ്കണിന് സമീപത്തേക്ക് അപകടകരമായ രീതിയിൽ അടുത്ത ഇറാനിയൻ കപ്പലിനെ ലക്ഷ്യം വെച്ച് അമേരിക്ക ആദ്യം മാർക്ക് 45 ഗണ്ണുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തതായും പിന്നീട് ഹെൽഫെയർ മിസൈലുകൾ പ്രയോഗിച്ച് അത് പൂർണ്ണമായും തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ഡ്രോൺ വാഹിനി കപ്പലായ ഷാഹിദ് ബഗേരിയും തകർത്തതായി USS സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. 2 ദിവസം മുമ്പ് ഒമാൻ കടലിൽ ഇറാന് 11 കപ്പലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് 0 എന്ന സെൻട്രൽ കമാൻഡിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതിനകം വലിയ ചർച്ചയായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തെ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ നമുക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനികമായ പോരാട്ടത്തിനൊപ്പം തന്നെ ശക്തമായ ഒരു വിവര യുദ്ധം അഥവാ ഇൻഫർമേഷൻ വാർ, ഒരു പ്രൊപ്പഗണ്ട യുദ്ധം നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക തങ്ങളുടെ ആധിപത്യം ഒട്ടും ചോർന്നു പോയിട്ടില്ലെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ വെറും അവകാശവാദങ്ങൾ മാത്രമാണോ, അതോ അമേരിക്കൻ പ്രതിരോധ നിരയിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോ എന്നത് ഇപ്പോഴും ദുരൂഹമായിട്ട് തന്നെ തുടരുന്നു. അതേസമയം ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് അമേരിക്കയ്ക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഈ സംഘർഷത്തിന് പിന്നിലെ സാമ്പത്തിക താല്പര്യങ്ങളിലേക്കും വില ചൂണ്ടുന്നതാണ്. യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത് കേവലം കപ്പലുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, മറിച്ച് തന്ത്രപ്രധാനമായ മേഖലകളിലെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള വൻ ശക്തികളുടെ ബലപരീക്ഷണമാണ്. ഇറാന്റെ ആക്രമണം അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ തിരിച്ചടി നൽകാനുള്ള അമേരിക്കയുടെ ശേഷിയും നമുക്ക് തള്ളിക്കളയാനാവുന്നതല്ല. ഇരുപക്ഷവും പുറത്തുവിടുന്ന വിവരങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വരും ദിവസങ്ങളിലെ കൃത്യമായ ഉപഗ്രഹ ദൃശ്യങ്ങളും സ്വതന്ത്ര നിരീക്ഷണങ്ങളും വഴി മാത്രമേ ഉറപ്പിക്കാൻ സാധിക്കൂ.
സൈനികമായ നീക്കങ്ങൾക്കൊപ്പം തന്നെ ആഗോളതലത്തിൽ പൊതുജനങ്ങളുടെയും മറ്റ് രാജ്യങ്ങളുടെയും പിന്തുണ നേടാൻ ഇത്തരം വാർത്തകൾ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം ഓരോ നിമിഷവും കൂടുതൽ സങ്കീർണമാവും സംഘർഷഭരിതവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ നടത്തുന്ന നീക്കങ്ങളും മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ അമേരിക്ക നടത്തുന്ന പ്രത്യാക്രമണങ്ങളും ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. ഇരുപക്ഷവും തങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്ന ആശങ്കയാണ് നൽകുന്നത്. ഏതായാലും കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ ഇരുപക്ഷത്തിന്റെയും അവകാശവാദങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുക പ്രയാസകരമാണ്. ജിയോപൊളിറ്റിക്സ് നിരീക്ഷകർ ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം ഇത്തരം ഓരോ ചെറിയ നീക്കങ്ങളും ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്.